ഹലോ എവരിവൺ, ഇതെന്താ ഇത് ഈ കളറിലിരിക്കുന്നു എന്നല്ലേ? ഇത് ഇവിടെ സുപ്രസിദ്ധമായ സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇത് നമ്മുടെ മെന്തിക്കുറ ടൊമാറ്റോ ആലു കറി. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും ഉലുവായിലയും തക്കാളിക്കായും ചേർന്നിട്ടുള്ള കറിയാണ്. ഇവിടെ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാനാണ്. ഉലുവായില ആയതുകൊണ്ട് കയ്പുണ്ടാകും എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റിയാൽ ഒട്ടും കയ്പില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് ഉലുവായില. വാ, വീഡിയോ നോക്കി പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, വാ. ഇതാണ് നമ്മുടെ ഇത് മെന്റാക്കു, അതായത് നമ്മുടെ ഉലുവായുടെ ഇല. ഇതൊരുവിധം മുഴുത്തതാണ് കേട്ടോ. സാധാരണ തൈയാണെങ്കിൽ നല്ല രുചിയാണ്. അതായത് 2 ഇല അല്ലെങ്കിൽ 3 ഇല കാണും. ഇത്രച്ച ആകുമ്പോഴേ പിഴുതെടുത്താൽ മതി. ഇത് കയ്പൊന്നും കാണുമല്ലോ കേട്ടോ. കയ്പുണ്ട്, പക്ഷേ നമ്മുടെ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റുന്ന കാരണം കയ്പൊന്നും കാണുകയില്ല. ഇത് നന്നായിട്ട് കഴുകി വെച്ചാണ് ഈ ഇല. അതെ, നമ്മുടെ ഉലുവായിലയും പിന്നെ 3 തക്കാളിക്ക, 2 ഉള്ളി, 1 ഉരുളക്കിഴങ്ങ്. ഇപ്പം നമുക്ക് ഇതെല്ലാം അരിഞ്ഞുകൊണ്ട് വരാമേ. അരിഞ്ഞു കേട്ടോ. ഇത് ഉലുവായില അരിഞ്ഞു, തക്കാളിക്ക, നമ്മുടെ ഉള്ളി, പിന്നെ ഉരുളക്കിഴങ്ങ്. ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചു. ഇപ്പം നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാം. ഞാൻ ഒരു ചെറുപ്പം വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കടുക് വറക്കാനുള്ളത് താളിമ്പ് കിഞ്ചലെല്ലാം ഇട്ടു. ഇത് പൊട്ട് കഴിയുമ്പോൾ നമുക്ക് ഇല ചേർത്ത് കൊടുക്കാം. ഇലയെല്ലാം ആദ്യം ഉള്ളി ചേർക്കാം. കടുക് പൊട്ടി. ഇപ്പം നമുക്ക് ഇനിയിപ്പം ഉള്ളി വഴലൊക്കെ കഴിയുമ്പോൾ അടുത്തത് ചേർക്കാം. ഇപ്പം ഉള്ളി നന്നായിട്ട് വഴന്നു. ഇപ്പം നമുക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കാമേ. 1 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് ഉലുവായുടെ ഇല ഇട്ട് കൊടുക്കാം. ഉലുവായി കഴുകി അരിഞ്ഞ ഉലുവായിലയാണ് ഇതിട്ട്. ഇപ്പം നമുക്കിത് അടയ്ക്കണ്ട. ഇത് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ട് വഴന്ന് വരുന്നതിനും വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കാമേ. ശരി, എന്നാൽ ഇതിവിടെ കിടന്ന് വഴലട്ടെ. ഉലുവായില നോക്കി നന്നായിട്ട് വഴഞ്ഞില്ലേ? എല്ലാം വഴന്ന്. ഇപ്പം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാമേ. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്തോളൂ. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് നമ്മൾ ഉപ്പ് മഞ്ഞൾ ചേർത്താണല്ലോ. ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇവിടെ കിടന്ന് വേകട്ടെ നന്നായിട്ട്. ഇപ്പോൾ ഇത് അടച്ചു വെക്കാമേ. ഇപ്പം ചെറിയ തീ കിടന്നിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് തുറന്ന് നോക്കാമേ. ഇത് ഇപ്പം നന്നായിട്ടായി. ഇതെന്താ ഉരുളക്കിഴങ്ങ് വെന്തു. ഇപ്പം നമുക്കിതിലേക്ക് എരിക്ക് വേണ്ടുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ 1.25 സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇതെല്ലാം വഴറ്റിയതിന് ശേഷം, അതായത് ഈ മുളകിൻ്റെ ഒരു പച്ചമണം പോട്ടെ അത്രയും നേരം ഒന്ന് വഴറ്റിയെടുത്ത് അടുത്തത് നമുക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാം. തക്കാളിക്ക നമ്മൾ ഇവിടെ ഇറച്ചില്ലായിരുന്നു. തക്കാളിക്ക ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി വീണ്ടും അടച്ച് വെച്ച് ഈ തക്കാളിക്കെല്ലാം നന്നായിട്ട് വഴന്ന് സോഫ്റ്റായി ഇത് ചേരുന്നിടം വരെ വേവിക്കാം. നന്നായിട്ട് തക്കാളിക്ക് വഴന്ന് കേട്ടോ. ഇപ്പം നമുക്ക് കൂട്ടാൻ റെഡി ആയ പോലെ തന്നെയാണ്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഉപ്പില്ല. ഞാനിപ്പോൾ വീണ്ടും ഉപ്പ് ചേർത്ത് വെക്കുകയാണേ. ഇപ്പം ചേർത്ത് ഉപ്പും തികഞ്ഞില്ല. ഉപ്പ് മാത്രമേ കുറവുള്ളൂ. എരി അധികമില്ല. പിള്ളേർക്ക് വേണ്ടിയിട്ടല്ലേ, കുട്ടികൾക്ക് കൂടെ ആയതുകൊണ്ട് എരിയില്ല. ആകണ്ട. കറിക്ക് ഒട്ടും തന്നെ കയ്പില്ല കേട്ടോ. ഉലുവായില ആയതുകൊണ്ട് കയ്പും എന്നൊന്നും പേടിക്കണ്ട. നന്നായിട്ട് എണ്ണയ്ക്കടുത്ത് വഴറ്റി കഴിഞ്ഞാൽ ഒട്ടും കയ്പ് കാണിക്കില്ല. എന്ത് രുചിയാണെന്നറിയോ? നമുക്ക് എവിടെയെങ്കിലും ഉലുവായില കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ഇതൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഉലുവായിലയും
ഉരുളക്കിഴങ്ങും തക്കാളിക്കും കൂടെയുള്ള കറി തയ്യാർ. ചൂട് ചോറിലേക്ക് എന്ത് രുചിയാണെന്നോ. ഒന്ന് തയ്യാറാക്കി നോക്കണേ. ബായ്. അടുത്ത വീഡിയോയിൽ കാണാമേ.